എൻ്റെ പ്രിയപ്പെട്ടവരെ, സാധിക്കുന്നിടത്തോളം ഈ ദിവസങ്ങളിൽ കുടുംബത്തിൽ ആത്മസംയമനം പാലിക്കണം. എന്ത് പാലിക്കണം? നമുക്കില്ലാത്തൊരു കാര്യം അത് തന്നെയാണ്. സാധിക്കുന്നിടത്തോളം ആത്മസംയമനം പാലിക്കണം. കാരണം എന്നറിയോ? ഈ വിശുദ്ധ ദിനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നതനുസരിച്ച് നമ്മളെ വേറൊരുത്തം വന്ന് പീഡിപ്പിക്കും. ആരാ? പിശാച്. എവിടുന്നെങ്കിലും വന്ന് ഏതെങ്കിലും തരത്തിൽ നമ്മളെ പലതരത്തിൽ പീഡിപ്പിക്കും. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത്, അച്ഛാ, എൻ്റെ വീട്ടിൽ എല്ലാ ഈസ്റ്ററിനും അടി നടക്കും, വഴക്കുണ്ടാവും. എല്ലാ ഈസ്റ്ററിനും വഴക്കുണ്ടാവും അച്ഛാ. അപ്പം ഞാൻ ചോദിച്ചത് എന്താ? അറിയത്തില്ല അച്ഛാ. ആ വിശുദ്ധവാര ദിനാകുമ്പോഴത്തേക്ക് എവിടുന്നാന്നറിഞ്ഞുകൂടാ ഇല്ലാത്ത എല്ലാ പിശാചും കൂടെ ഞങ്ങളുടെ വീട്ടിലോട്ട് വരും. എന്നിട്ട് ഒരു സന്തോഷം ഇല്ല അച്ഛാ. വളരെ വലിയ ഭാരം, സങ്കടം, ദുഃഖം. പ്രതീക്ഷിക്കണം. യേശു കുരിശിൽ സാത്താനെ തോൽപ്പിക്കുന്നതിനു വേണ്ടി ഒരുങ്ങുന്ന അനുഗ്രഹ ദിനങ്ങളിൽ നമ്മളും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു ഒരുക്കം വേണം. അതിനെന്ത് ചെയ്യണം? എല്ലാ ദിവസവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരല്പസമയം വചനം വായിച്ച് ധ്യാനിക്കാനുള്ള വലിയ തീരുമാനം. സമയം പ്രയോജനപ്പെടുത്തണം. പെടുത്താറുണ്ടോ? ഉണ്ട്. സമയം പ്രയോജനപ്പെടുത്തണം. മാക്സിമം മൊബൈലിൽ കുത്തിക്കൊണ്ട് സമയം കളയും. അതല്ല, സമയം നന്നായി പ്രയോജനപ്പെടുത്തണം. 24 മണിക്കൂറുണ്ട് ഒരാൾക്ക്. ആ 24 മണിക്കൂർ ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ഒരേപോലെ വീതം വയ്ക്കപ്പെട്ടിരിക്കുന്നതാണ്. ഏത്? 24 മണിക്കൂർ അല്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും കേരള മുഖ്യമന്ത്രിക്കും ഈ ചേട്ടനും ആ ചേച്ചിക്കും എനിക്കും എല്ലാവർക്കും ഒരുപോലെ 24 മണിക്കൂറുണ്ട്. ഈ 24 മണിക്കൂറിൽ എത്ര സമയം ഞാൻ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്? നമ്മൾ ഇഷ്ടം പോലെ സമയം പരസ്പരം സംസാരിച്ച്, ഫോണിൽ സംസാരിച്ച്, മറ്റുള്ളവരോട് സംസാരിച്ച് ഒത്തിരി സമയം മാറ്റിവെക്കുന്നുണ്ട്. ഒരു സ്വഭാവമുണ്ടല്ലോ. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ലിമിറ്റ് ചെയ്യാം. ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചൊരിഞ്ഞ സ്നേഹത്തെ തിരിച്ചറിയാൻ സാധിക്കട്ടെ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് കുരിശ് നമ്മുടെ മുമ്പിൽ ഉത്തരം നൽകുമ്പോൾ ആ കുരിശിനെ ധ്യാനിക്കാനുള്ള വലിയ കൃപ